ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 38-ാം ദിവസമായ ഇന്ന് മാർച്ച് 25-ാം തീയതിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളും നമ്മൾ ആചരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ഗബ്രിയേൽ മാലാഖ വിശുദ്ധ കന്യക മറിയാം അമ്മയുടെ അടുക്കൽ വരികയും വചനിപ്പ് നൽകുന്നതും കന്യക മറിയാമിൻ്റെ മറുപടിയുമാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഗബ്രിയേൽ മാലാഖ മറിയാമിനെ അഭിസംബോധന ചെയ്യുന്നത് കൃപ നിറഞ്ഞവളെ, കൃപ ലഭിച്ചവളെ എന്നാണ്. അതൊരു വലിയ ദൈവിക സാക്ഷ്യമാണ്. ദൈവാലയ ശുശ്രൂഷയിൽ ദൈവബന്ധിതമായി ജീവിച്ച ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ഒരു മാലാഖയുടെ സാക്ഷ്യം, അത് ദൈവസാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവബന്ധിതമായും ദേവാലയബന്ധിതമായും ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ കേവലം ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഈ ദൈവിക സാക്ഷ്യം നേടുവാൻ തക്കവണ്ണം ജീവിതത്തെ സ്വയം സമർപ്പിതമായി മാറ്റുമ്പോഴാണ് അങ്ങനെയുള്ള സാക്ഷ്യം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ദൈവിക സാക്ഷ്യം ലഭിച്ചതിനാൽ മറിയം ദൈവത്തെ വഹിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. പൗരസ്ത്യ പിതാക്കന്മാർ കന്യക മറിയാമിനെ ദൈവവാഹിനിയായും ക്രിസ്തുവാഹിനിയായും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്റ്റോട്ടോക്കോസ്, തെയോട്ടോക്കോസ് എന്നിങ്ങനെയുള്ള പദങ്ങളിലൂടെ ദൈവവാഹിനിയായി ക്രിസ്തുവാഹിനിയായി ജീവിച്ച് നമുക്ക് മാതൃകയായ ഒരു വിശുദ്ധയെ ഓർക്കുന്ന നിമിഷം കൂടി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും അതൊരു വെല്ലുവിളിയായി നമ്മുടെ ജീവിതത്തിന് സാക്ഷ്യമുണ്ടാകുവാൻ തക്കവണ്ണം മാതൃകയുള്ള ഒരു വ്യക്തിയായി വിശുദ്ധ കന്യക മറിയാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നാമും ദൈവവാഹകരാകുന്നത്, ദൈവാംശമുള്ളവരാകുന്നത് വിശുദ്ധ മാമോദീസായിലൂടെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അപ്രകാരം ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവനെന്ന് സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ രുചിച്ചറിയുന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാക്ഷ്യമുള്ളവരാകുവാൻ തക്കവണ്ണം സാധ്യമാകണം. മാറായിലെ കയ്പ് വെള്ളത്തെ മാധുര്യമുള്ളതാക്കിയ യഹോവയുടെ വചനം യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ കയ്പേറിയ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ മാധുര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റുന്നത് പോലെ നമ്മുടെ ജീവിതവും കയ്പിൽ നിന്നും മധുരമുള്ളതാകണം. അനേകം പേർക്ക് മധുരത്തെ പകർന്നു നൽകുന്ന സാക്ഷ്യമുള്ള ജീവിതമാകണം. നമ്മളും കൃപ നിറഞ്ഞവരായി ജീവിക്കുവാൻ, പരിശുദ്ധാത്മ പ്രേരിതമായി ജീവിക്കുവാൻ, സാക്ഷ്യമുള്ളവരാകുവാൻ തക്കവണ്ണം വിശുദ്ധ കന്യക മറിയാം അമ്മയുടെ വചനിപ്പ് പെരുന്നാൾ ഒരു മുഖാന്തിരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.